അപ്പൊ സിനിമ കാണാൻ പോയത് അറിഞ്ഞില്ലേ? അത് പറയാൻ പറ്റല്ലേ? അതാരോടെയായിരുന്നു ചേച്ചി? ഈ ഒറ്റയ്ക്ക് പോയതാ. അങ്ങനെ ഒന്നുകൂടെ പറഞ്ഞ ഒന്നും അറിയില്ല, ആരും അറിഞ്ഞില്ല എന്ന് വിചാരിച്ച് പുള്ളി വീട്ടിൽ വന്നു. വൈകുന്നേരം അപ്പച്ചൻ കട അടച്ച് കഴിഞ്ഞ് വരുമ്പോ ഇവിടെ ഒരു കുടുംബ കോടതി ഉണ്ട്. അന്നത്തെ പ്രോബ്ലങ്ങളൊക്കെ സോൾവ് ചെയ്യുന്ന ഒരു ദിവസം. ഞാൻ എന്റെ ഒരു ചെറിയ പ്രായത്തിൽ അതൊക്കെ ഒരു വലിയ കാര്യമാണ്. ഒരു ഏപ്പടം കാണാൻ പോയി. അതെന്താ പറഞ്ഞു, അയ്യോ എന്ത് ചെയ്യും? അതിപ്പോഴും പറഞ്ഞു, ഞാൻ ഒരു സിനിമ പറഞ്ഞു. എന്നിട്ട് അത് അല്ല അത് ആ കഥയൊന്ന് കേക്കട്ടെ. ഒന്നുമില്ല, പ്രോമി ഒരു ദിവസം ക്ലാസ് കട്ട് ചെയ്തിട്ടാണ് സിനിമ കാണാൻ പോയി. പുള്ളി സിനിമ തുടങ്ങി കഴിഞ്ഞിട്ടാണ് കേറിയത്, ആരും കാണാതിരിക്കാൻ. അതുപോലെ സിനിമ ആന്റി ക്ലൈമാക്സ് അപ്പച്ചനും അതിനകത്തുണ്ടായിരുന്നു. അങ്ങനെ അയ്യോ അപ്പച്ചനൊന്നുമില്ല, അയ്യോ അമ്മ അപ്പച്ചൻ അങ്ങനെയൊന്നുമല്ല. പുള്ളി അതുപോലെ സിനിമ കഴിയണേക്കാൾ മുമ്പ് ഇറങ്ങി പോന്നു, ആരും കണ്ടില്ലല്ലോ. വീട്ടിലൊന്നും അറിയാത്ത പോലെ ക്ലാസ് കഴിഞ്ഞ സമയമായപ്പോ തിരിച്ചെത്തി. അപ്പച്ചൻ കട അടച്ച് കഴിഞ്ഞപ്പോ വന്നു, മോനെ പ്രൊമേ എന്ന് വിളിച്ചു. അപ്പോഴും അറിയില്ല എന്താന്ന്. മോനെ നീ ഇന്ന് എവിടെയായിരുന്നു, ക്ലാസ്സിൽ പോയോ? ആ അപ്പച്ച ഒന്ന് ക്ലാസ്സിൽ പോയി എന്നൊക്കെ പറഞ്ഞ അവസാനം അപ്പച്ച പൊളിച്ചു പിടിച്ചു. അതെങ്ങനെ പിടിച്ചു കേട്ടോ? എന്റെ മോളെ ഇത് നിക്കണവരും പറയണവരൊക്കെ അപ്പച്ചൻ അറിയണ ആൾക്കാരാണ് എല്ലാവരും. അപ്പൊ ഈ ഞങ്ങളുടെ നാട്ടുകാരായിരിക്കും. അപ്പൊ ഇതൊന്നും മുമ്പ് അറിഞ്ഞു, ഞാൻ കൊച്ചല്ലേ, എനിക്കറിയാമോ ഇതൊക്കെ. ഈ ടിക്കറ്റ് തരാൻ നിക്കണവനും ഇത് കീറാൻ നിക്കണവനും അറിയണവരാണ്. നീ മറ്റേ കുര്യാഘോഷന്റെ മോനല്ലേ? എനിക്കറിയാമോ ഇത്രയല്ലേ അവരെ. സത്യത്തിൽ ഞാൻ ഇതും കാണാൻ പോയതല്ല, എനിക്ക് സിനിമയോട് പണ്ടേ മുതലൊരു ഇതുണ്ട്. അത് എങ്ങനെയാ അതിന്റെ ഡയറക്ഷൻ, അത് പിടിച്ചിരിക്കുന്നത് എങ്ങനെയാ, ഇതൊക്കെ നോക്കാൻ വേണ്ടി ഞാൻ പോയതാണ്.